മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ ജോലിക്ക് അവിടെ നല്ല ശമ്പളം, എന്തുകൊണ്ട് ആഫ്രിക്കയിൽ പോകുന്നില്ല? അവിടെ ജോലിയില്ല, അവിടെ ഈ പറയുന്ന ശമ്പളവും ഇല്ല. അതുകൊണ്ടാണ് ആഫ്രിക്കയിൽ പോയി ഇന്ത്യക്കാരവിടെ ലേബറായിട്ടും മറ്റുള്ള അവിടെ അവർക്ക് കൊടുക്കാൻ ജോലിയില്ല. അപ്പം ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആഫ്രിക്കക്കാരെ മാറ്റിയിട്ട് ഇന്ത്യക്കാർക്ക് കൂടുതൽ ജോലി കൊടുക്കുന്നു. അതിന് ഒലച്ചിലുണ്ടാവരുത്, ഒലച്ചിലുണ്ടായാൽ പെട്ടു. അതാണ് ഇതിൻ്റെ മെയിൻ കണ്ണി എന്ന് പറയുന്നത് അമേരിക്ക എന്ന് ഞാൻ പല ആവർത്തി പറയുന്നത്. അവരുമായിട്ട് പിണയം കഴിഞ്ഞ് അവൻ എല്ലാ രീതിയിലിട്ട് പാറി വെക്കും. ഈ പറയുന്ന ഇന്ത്യയുടെ ശത്രു രാജ്യമായിട്ട് പോലും ഈ അറബ് രാജ്യങ്ങൾക്ക് ബന്ധമുണ്ടാവുകയാണ്, വലിയ ബന്ധം ഉണ്ടാവുകയാണ്. ഇപ്പം UAE വലിയ രീതിയിൽ ഓഫർ ചെയ്യാൻ പോവാണ്. UAEയുടെ ഭരണാധികാരി അവിടെയാണ്, പാകിസ്ഥാനിൽ വിസിറ്റ് നടത്തുകയാണ്. അറിയാൻ സാധിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ, അതായത് സൗദി അറേബ്യൻ കിങ്, ഈ അടുത്ത ആഴ്ച കണ്ട് പാകിസ്ഥാൻ വിസിറ്റ് ചെയ്യൂ, ഇന്ത്യ വരുന്നില്ല. ഇതാണ് സ്ഥിതി. അതാണ് ഞാനീ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ലോകത്തിന് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ജോലിക്കാരെ. അത് ഹൈ എൻഡ് മുതൽ താഴെ വരെയുണ്ട്. അതായത് വലിയ ടെക്നോളജിസ്റ്റ് ആണെങ്കിലും, കോർപ്പറേഷൻ്റെ ഹെഡ് ആണെങ്കിലും, ലോകത്തിലെ പല കോർപ്പറേഷൻ്റെ ചീഫുകളാണെങ്കിലും ഇന്ത്യക്കാരുണ്ട്. താഴ്ന്ന ലെവലിലുണ്ട്, മിഡിൽ ലെവലിലുണ്ട്. കാരണം ഇന്ത്യയിൽ ഇതിന് ജോലിയൊന്നുമില്ല. അതതിൻ്റെ കാര്യം. അതായത് ഞാൻ മോശമായിട്ട് പറയുകയല്ല. ഇതേപോലെ പല അറേബ്യൻ രാജ്യങ്ങൾ സൗദി ചെയ്ത പോലെ ഈ അടുത്ത് വരാനുള്ള വർഷങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ എവിടെ പോയി ജോലി ചെയ്യും? കാരണം അതാണ് ഈ പറയുന്നത്, ഇത്രയും വേഗം സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകണം. അതിനകത്ത് അഭിമാനമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അതെന്നാ കാര്യം? അവനെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടാത്ത പരിപാടിയൊക്കെ ചെയ്യും. അതാണ് ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്കാരുടെ വിഷമം ഉണ്ടായി, അതുണ്ടായി, വിദേശകാര്യ വകുപ്പ് മന്ത്രി, എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി പറയുന്നു, അവർ പറയുന്നു, ഇതൊന്നും ആൾക്കാർ കണക്കിലാക്കുന്നൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി പെയിൻഫുൾ ആരാ? സാധാരണക്കാരനും പാവം പിടിച്ചവനും അവിടെ ജോലി ചെയ്യുന്നവനും അവൻ്റെ കുടുംബത്തെയും ബാധിക്കുന്നു. അതായത് അങ്ങനെയാണ് ഈ ലേബർ അവരെ ഡീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഫാമിലിയെ ഭയങ്കരമായിട്ട് കയറി ബാധിക്കും. ഇവന്മാരൊക്കെ തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ, അവിടെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സാലറി ഒന്നും ഇവിടെ കിട്ടുന്നില്ല. പിന്നെ ഇവിടെ ലോ ആൻഡ് ഓർഡറൊക്കെ പ്രശ്നത്തിലോട്ടാകും. അതായത് ഞാൻ ഏറ്റവും കുറ്റപ്പെടുത്തുമല്ലേ, പറയാൻ പോകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് ഈ പറയുന്നുള്ള ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി, മറ്റുള്ള കമ്മ്യൂണിറ്റികളെ മുഴുവൻ ഉപദ്രവിക്കാൻ പോയാൽ കൃത്യമായിട്ട് പറയും, ഒറ്റ ഇന്ത്യക്കാരനും ഒറ്റ രാജ്യത്ത് കയറ്റത്തില്ല. അവിടെ ഉള്ളവനെയും പറഞ്ഞു വിടും.